ഇവിടേക്ക് ഇഷ്ടംപോലെ ബോട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുവഴിയാണ് നടന്നു വന്നത്. നിരവധി റീൽസുകളിൽ നമ്മൾ ഈ ക്ഷേത്രക്കുളം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് കുറച്ച് ദൂരെ എത്തിയതേ. ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി അല്ലേ. സംഭവം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ വന്നതാണേ, ഓണം പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് ദിവസം ലീവായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. വേറെ ആരും ഇല്ല കേട്ടോ, അതെ കണ്ടോ, വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ, തനിച്ചാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കോഴിക്കോട് ഭാഗത്തോട്ട് ഒന്ന് റൈഡ് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവാം. ഇതേ പുറത്തൊക്കെ കണ്ടോ, നല്ല വെയിലാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കൊന്ന് വണ്ടി നിർത്തി കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പാലത്തിൻ്റെ മുകളിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു അടിപൊളി സ്ഥലം തന്നെയാണേ. നല്ല പച്ച കളർ വെള്ളമൊക്കെ ആയിട്ട് നോക്കിയേ, നല്ല അടിപൊളി കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഇതേ അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് കോഴിക്കോട് എത്തണം. കോഴിക്കോട് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ വിടാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന നാടൻ വഴികളൊക്കെ ഇതേ ഇങ്ങനെയാണ്. ഇന്ന് നല്ല വെയിലാണ്. സാധാരണ ചെറിയ രീതിയിലുള്ള മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നതൊന്നും ഇല്ല. നമ്മളിപ്പോൾ കീഴൂർ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ പയ്യോളിക്കും അതുപോലെ തന്നെ വടകരക്ക് ഇടയിലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. വണ്ടിയിൽ എണ്ണ കുറവാണ്. കണ്ടോ, ഫ്രീസറൊക്കെ കത്തി കിടക്കുകയാണ്. ഇപ്പം എന്തായാലും ഇത് എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വണ്ടിക്കകത്തോട്ട്. അപ്പം നമ്മൾ എണ്ണയൊക്കെ അടിച്ചത് ഇറങ്ങിയിട്ടുണ്ടേ. നല്ല നാടൻ വഴിയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം ചുറ്റോട് ചുറ്റും തെങ്ങിൻ തോട്ടങ്ങളാണ്. എവിടെയൊക്കെ കണ്ടോ, മൊത്തം തെങ്ങിൻ തോട്ടാണ് കേട്ടോ. അതേപോലെ ഈ സൈഡിലും ഫുള്ളായിട്ട് തെങ്ങിൻ തോട്ടാണ്. റോഡൊക്കെ കുറച്ച് മോശമാണ്, എന്നാൽ പോലും ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്യാൻ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണേ. റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന ഈ തെങ്ങിൻ തോട്ടമൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണേ. മൊത്തത്തിലൊരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയി ഞാനൊരു സ്ഥലത്തെത്തി. സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മിനി ആലപ്പുഴ എന്ന് വേണം പറയാൻ. നമ്മുടെ പയ്യോളിക്കും അതുപോലെ തന്നെ കൊയിലാണ്ടിക്കും ഇടയിലുള്ള സ്ഥലമാണ്. അകലാപ്പുഴ ടൂറിസം എന്ന് പറയും കേട്ടോ. ഞാൻ സ്ഥലമൊക്കെ കാണിച്ചില്ലേ, കണ്ടോ, മൊത്തം ഹൗസ് ബോട്ടാണ്. സ്ഥലമൊക്കെ കണ്ടോ, അടിപൊളി ഒരു ലൊക്കേഷനാണ്. അപ്പൊ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പൊ കണ്ടോ, ഇതാണ് സ്ഥലം. ഇഷ്ടം പോലെ ഹൗസ് ബോട്ട് ഇങ്ങനെ നേരെയായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് ദൂരെയൊക്കെ കണ്ടോ, ഒരുപാട് ബോട്ടുണ്ട്. അതുപോലെ ഇതേ ദൂരെയായിട്ട് ഇതേ ഈ പുഴയിലൂടെ ഒരു ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും ഒരു മിനി ആലപ്പുഴ എന്ന് വേണം പറയാൻ. ഇതൊക്കെ ബോട്ട് ചെട്ടിയാണ്. കണ്ടോ, ഇതുവഴിയാണ് കേട്ടോ നമ്മൾ വന്നത്. ശരിക്കും ഒരു ആലപ്പുഴ ടച്ച് അതാണ് കേട്ടോ. ഇവിടെ വന്നാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഇതേ ദൂരെ ഒരു ബോട്ടത പാട്ടൊക്കെ വെച്ച് നല്ല കിടുക്കിയായിട്ട് പോകുന്നുണ്ട്. അതേപോലെ ഇത് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും വീണ്ടും വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ഈ കാഴ്ച തന്നെയാണ്. ഇതേ കണ്ടോ, ഓണത്തിനൊക്കെ നല്ല തിരക്കായിരുന്നു ഇവിടെ. ഇതൊരു മിനി ആലപ്പുഴയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ.
അത്യാവശ്യം നല്ലൊരു ഇതൊരു പുഴയാണ്, വലിയ കായലും കാര്യങ്ങളൊന്നും അല്ല, നല്ല മനോഹരമായൊരു പുഴയാണ്. ഇതേ മേഘങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ടില്ലേ. അപ്പൊ നമ്മളെന്തായാലും ഇത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. അപ്പം നമ്മൾ അകലാപ്പുഴയിൽ നിന്ന് മാറി വീണ്ടും മുന്നോട്ടേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അകലാപ്പുഴയുടെ മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ ഒരുപാട് ഹൗസ് ബോട്ട് നിർത്തുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ്ട് നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പം ആ കാഴ്ച കൂടി നമുക്ക് ഇതിലൊന്ന് കാണാം കേട്ടോ. ഇവിടെയൊക്കെ മൊത്തത്തിലങ്ങ് മാറി മറിയാണ്. മൊത്തം ടൂറിസം വകുപ്പാണ്. കണ്ടോ, ടൂറിസം വകുപ്പല്ല, എല്ലാം പ്രൈവറ്റ് സംഭവമാണ്, എന്നാലും ഒരു ടൂറിസം ഏരിയ ആണ് ഈ കാണുന്ന മൊത്തം. അപ്പൊ കണ്ടതേ ഇവിടെയും ഒരുപാട് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ തന്നെ നിർത്തിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും അതേപോലെ തന്നെ ഇതേ അപ്പർ സൈഡിലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഹൗസ് ബോട്ട് ഉണ്ട്. ഇപ്പൊ ഓണത്തിന്റെ സീസണൊക്കെ ഔട്ടായി ഇങ്ങനെ ശാന്തമായി കിടക്കുകയാണ്. എന്നാൽ പോലും ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വന്നു ചേരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കെന്തായാലും ഇതുവഴി നേരെ ഫ്രണ്ടിലോട്ട് തന്നെയാണ് പോകേണ്ടത്. അപ്പൊ പോകുന്ന വഴി നമുക്കൊരു സ്ഥലം കൂടി കവർ ചെയ്യാനുണ്ട് കേട്ടോ, കാണാനുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മുജുകുന്ന് കോട്ട ടെമ്പിള്. അപ്പൊ ആ ടെമ്പിള് അത്ര പരിചയം ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, ഒരു ക്ഷേത്രക്കുളം കാട്ടിനുള്ളിലെ. അപ്പൊ ആ കുളം പല റീൽസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഇന്ന് പോകുന്ന വഴിക്കൊന്ന് കാണാം. അപ്പൊ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മുടെ അകലാപ്പുഴ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കഫേയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, പുഴയോട് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പൊ ഞാനങ്ങനെ അതെ പുഴയിലോട്ട് ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ട്. സ്ഥലമൊക്കെ അടിപൊളിയാണേ. ഇതേ കണ്ടോ, ഇവിടേക്ക് ഇഷ്ടംപോലെ ബോട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുവഴിയാണ് നടന്നു വന്നത്. ഇവിടെയും ഒരു ബോട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദൂരെ കാണുന്ന ബോട്ട് കണ്ടോ, അവിടെ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇതേ ഓരോരോ ആളുകൾ ഇങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്ത് പോവാണ്. അതേപോലെ ഇതേ ദൂരെ കാണുന്ന ഒരു അയർലൻഡ്, അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബോട്ടൊക്കെ ഇവിടെ ഉണ്ട്, നല്ല രീതിയിലുള്ള കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് അങ്ങനെ കാറ്റൊക്കെ കൊള്ളാൻ നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇഷ്ടംപോലെ ബോട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇതേ നമ്മുടെ പുഴയിലൂടെ ഒരു ബോട്ട് ഇപ്പോൾ ആളിയെടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ലൊരു മനോഹരമായ സ്ഥലം. അതേ ദൂരെയായിട്ട് കണ്ടോ വലിയ ഡബിൾ ഡക്കർ ബോട്ട്. ഇതേ ഇവിടെ കണ്ടോ, വലിയൊരു ബോട്ടാണ് ആ കാണുന്നത്. അതേപോലെ തന്നെ ദൂരെയായിട്ട് ഇതും ഡബിൾ ഡക്കർ ബോട്ടാണ്. ഒരുപാട് വലിയ വലിയ ബോട്ടുകളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും ദേ വണ്ടി നിർത്തി. കണ്ടോ, നല്ലൊരു തണലായിട്ടുള്ള സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ മുജുകുന്ന് കോട്ട ടെമ്പിള്. ഇവിടുത്തെ ടെമ്പിളിനെ പറ്റി നമുക്ക് വലിയൊരു ഐഡിയ ഇല്ലെങ്കിലും ഇവിടുത്തെ കുളത്തിനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് റീൽസെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഇതേ ഒരു കാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആ കുളം വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കിയാൽ നല്ലൊരു അടിപൊളി കാടാണ്. കാവ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ പുറത്ത്. ഇതിൻ്റെ ഉള്ളിലൊരു തണൽ കണ്ടോ, ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ കുളത്തിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുജുകുന്ന് കോട്ട ടെമ്പിളിൻ്റെ പിറകെ വശം. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ കുളത്തിൻ്റെ കാവിൻ്റെ ഭാഗത്തോട്ട് നല്ല രീതിയിലുള്ള തണലും അതുപോലെ തന്നെ അടിപൊളി സ്ഥലമാണ്. ഇത് കണ്ടോ, പെട്ടെന്നുള്ളൊരു മാറ്റം കണ്ടോ. ഇതൊക്കെ നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുമതിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുവഴിയാണ് കേട്ടോ നമുക്ക് കുളത്തിൻ്റെ ഭാഗത്തോട്ട് പോകേണ്ടത്. അപ്പോൾ ഇതേ ഈ ദൂരെ കാണുന്നതാണ് നമ്മുടെ ഈ ക്ഷേത്രക്കുളം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ കുളം. ഒരുപാട് ആളുകൾ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. കണ്ടോ, നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമാണ്, ചുറ്റും കാടും അതിമനോഹരമായൊരു സ്ഥലം തന്നെയാണ്. മൊത്തം ഒരു തണലായിട്ടുള്ള സ്ഥലമാണ്. ഇതേ
ഇവിടെയൊക്കെ നല്ല അടിപൊളി തണലാണ്. നിരവധി റീൽസുകളിൽ നമ്മൾ ഈ ക്ഷേത്രക്കുളം കണ്ടിട്ടുണ്ടാവും. കണ്ടോ, ക്ഷേത്രത്തിൽ ചെറിയ ഇവിടെയൊക്കെ മീനൊക്കെ കാണാം. അപ്പം നല്ല പളുങ്ക് പോലത്തെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതേ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ചുറ്റോട് ചുറ്റും കാവാണിതേ. ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ നോക്കി നല്ല ഇരുണ്ട് മൂടിക്കിടക്കുകയാണ്. അത്രയും സൂര്യപ്രകാശമൊന്നും ഉള്ളിലോട്ട് അങ്ങനെ ഇറങ്ങി വരുന്നില്ല. അപ്പോൾ ശരിക്കും ഒരു അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ശരിക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല അടിപൊളി സ്ഥലം തന്നെ ആയിരുന്നു. മൊത്തം കാവും അതുപോലെ തന്നെ ആ ക്ഷേത്രക്കുളം മാത്രം വെയിലൊക്കെ അടിച്ച് നല്ല തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുമതിലാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയൊക്കെ കണ്ടോ. സമയം ഏതാണ്ട് രാവിലെ 12 മണി, നട്ടുച്ച 12 മണി ആറായിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ തണലത്തിങ്ങനെ മാറ്റി നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുജുകുന്ന് കോട്ട ടെമ്പിൾ. ഈ കുളത്തിൻ്റെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും പല ആളുകളും പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇപ്പം 12 മണിയായി, രാവിലെ നട്ടുച്ച 12 മണിയായി. എന്നിട്ട് പോലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. എത്ര വെയിലായാലും ചൂടായാലും ആ കാവിൻ്റെ ഉള്ളിൽ പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. നല്ലൊരു തണുപ്പും അതുപോലെ തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ. ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം. അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ പയ്യോളിക്കും അതുപോലെ തന്നെ കൊയിലാണ്ടിക്കും ഇടയിലാണ്. ശരിക്കും പറഞ്ഞാൽ കൊയിലാണ്ടിയാണ് കേട്ടോ ഈ സ്ഥലം. മുജുകുന്ന് കോട്ട ടെമ്പിൾ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ഈ സ്ഥലം കാണാൻ പറ്റും. അപ്പം നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇതേ പുറത്തൊക്കെ നല്ല വെയിലാണേ. അപ്പം നമ്മളെന്തായാലും ദേ അവിടെ നിന്ന് ഇറങ്ങി. പുറത്തൊക്കെ നല്ല വെയിലാണേ. ഈ യാത്ര എന്താണെന്ന് വെച്ചാൽ അങ്ങ് സോളോ ആയിട്ട് ഇറങ്ങിയതാണ്. ഇന്നേ സ്ഥലം എന്നൊന്നുമില്ല. എന്തായാലും കോഴിക്കോട് ഭാഗത്തോട്ട് അങ്ങനെ ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചു. അവിടെ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങ് തിരിച്ചു വരണം. അപ്പം ഇന്നത്തെ പരിപാടികൾ മൊത്തം അത് തന്നെയാണ്, ഒരു സോളോ റൈഡ്. നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലാണ്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ വരുന്നില്ല, അതേമാതിരിയുള്ള ചൂടാണ്. എന്തായാലും നിരവധി ആളുകൾ ഇപ്പോഴും ഈ പൊരി വെയിലത്ത് നമ്മുടെ ഈ ബീച്ചിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയൊക്കെ കളിക്കുന്നുണ്ട്. എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കോഴിക്കോട് ബീച്ച്. അപ്പോൾ ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ടോ, നല്ല വെയിലാണ്. മൊത്തത്തിലൊരു ഗോവ സെറ്റപ്പാക്കി വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, മൊത്തം ഒരു ഗോവ സെറ്റപ്പിലാണ് ഇവിടുത്തെ സൈഡിലുള്ള ഓരോരോ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും തന്നെ വരുന്നത്. നമ്മളെന്തായാലും ഇനി ബീച്ചിൽ ഒന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ
നമ്മളെന്തായാലും ബീച്ചിലെത്തിയിട്ടുണ്ടേ. ഇവിടെയൊക്കെ മൊത്തം ഗോവ സെറ്റപ്പാണ് കേട്ടോ. ഒരു വെയിലത്ത് ഓരോരുത്തരിങ്ങനെ ബീച്ചിലൊക്കെ ഇറങ്ങി പൊളിക്കുന്നൊക്കെ ഉണ്ട്. അതേപോലെ ഉള്ള ജനത്തിരക്ക് കണ്ടോ. ദൂരെയായിട്ട് ഇഷ്ടം പോലെ ആളുകളാണ് ഇവിടെ വന്നു ചേരുന്നത്. ശരിക്കൊരു ഗോവ ടച്ചപ്പ് തന്നെ ഉണ്ട് കേട്ടോ. കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലാണ്. എന്നാൽ പോലും ഇവിടെയുള്ള ആളുകളുടെ ഒരു ജനപ്രവാഹം കണ്ടു. ഇവിടെയൊക്കെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ തന്നെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ കടലിൽ നമ്മുടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. എന്നാലും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇത്രയും വെയിലത്ത് നോക്കിയേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കളിക്കുന്ന നോക്കി ആളുകൾ ഇത്രയും എൻ്റർടൈൻമെൻറ്റ്. ഈ പൊരി വെയിലത്ത് സൂര്യനൊക്കെ കണ്ടോ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ഈ ഒരു വെയിലത്താണ് ഓരോ ആളുകൾ. നോക്കത്ത ദൂരത്ത് ഒരുപാട് ആളുകൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ മുന്നിലുള്ള കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം. അതെ കണ്ടോ, ഈ പൊരി വെയിലത്ത് ഒരുപാട് 100 കണക്കിന് ആളുകളാണ് ഈ പൊരി വെയിലത്ത് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ഭംഗിയൊക്കെ ഒന്ന് മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ ബീച്ചിലായിരുന്നേ കണ്ടോ എന്തൊക്കെയോ സ്റ്റേജ് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ ദൂരെയൊക്കെ ഇഷ്ടം പോലെ ആളുകളാണ് ഈ ബീച്ച് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ ഈ ഒരു വെയിൽ കൊണ്ട്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കെൻ്റെ ക്യാമറയുടെ ഡിസ്പ്ലേ പോലും നോക്കാൻ പറ്റുന്നില്ല. അതേമാതിരിയുള്ള വെയിലാണ്. ഒരുപാട് ഹിന്ദിക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞാനിങ്ങനെ നടന്ന് കുറച്ച് ദൂരം എത്തിയതേ. ശരിക്കൊരു ഗോവയിൽ പോയൊരു ഫീലിംഗ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. കണ്ടോ, ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് ആളുകൾ പട്ടം പറത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് കുളിക്കുന്നുണ്ട്. എല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ സ്റ്റേജ് പരിപാടി സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. വേറെ ലെവലായിട്ട് മാറിക്കഴിഞ്ഞു. കോഴിക്കോടിൻ്റെ ബീച്ചിൽ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ ഇങ്ങനെ നടക്കാൻ. എത്ര വെയിൽ കൊണ്ടാണെങ്കിലും അത്യാവശ്യം നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, ഇഷ്ടംപോലെ ആക്ടിവിറ്റീസുകൾ, എല്ലാവരും നല്ലോണം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെയൊക്കെ കണ്ടോ ഒരു കുട്ടി പട്ടാക്ക പറപ്പിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാലും നിറയെ ആളുകളാണ്. നമ്മളെന്തായാലും ഇതൊക്കെ കണ്ട് ഇതുവഴി ഇങ്ങനെ നടന്നു പോവാണേ. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് പരിപാടിയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം വണ്ടി വന്ന് നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഈ വെള്ള വണ്ടിക്കിടയിലൂടെ ഒരു നീല വണ്ടി മാത്രം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണേ. ഇവിടെയൊക്കെ മൊത്തം ഫുള്ളായി പാർക്കിംഗ് ഒക്കെ. നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് ഇവിടെ വണ്ടി വെക്കാൻ സ്ഥലം കിട്ടി. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. അധികം നേരം നിൽക്കുന്നില്ല. കാരണം നമ്മുടെ ഇനിയിപ്പോൾ വടകര എത്താൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ്. റോഡൊക്കെ മൊത്തം അബദ്ധമാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം കേട്ടോ.
അപ്പം നമ്മുടെ കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്ന സംഭവം ഒരു രക്ഷയുമില്ല. കോഴിക്കോട് വരാത്ത ആളുകൾ എന്തായാലും നിർബന്ധമായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. അടിപൊളി ഒരു സ്ഥലമാണേ. ഇത്രയും വെയിലുള്ള സമയത്ത് പോലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത്രയും ആളുണ്ടായിരുന്നു. ഇത്രത്തോളം ആള് ആ പൊരി വെയിലത്ത് അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോഴിക്കോടിൻ്റെ ഒരു അഹങ്കാരം തന്നെയാണ് ആ ബീച്ച്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ കോഴിക്കോട് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാതെ പോകാൻ പാടില്ല. അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി എടുക്കണം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കൊയിലാണ്ടി ഹാർബർ. ഇഷ്ടംപോലെ ബോട്ടുകളാണ്. മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ജസ്റ്റ് ഇത് ഇവിടെ ഒന്ന് അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആശാൻ ഈ കാണുന്നതേ കണ്ടോ, ഈ കാണുന്ന അങ്ങ് ദൂരെയായിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരെ അവിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊയിലാണ്ടി ഹാർബറിലെ ബോട്ടുകൾ ഒരു രക്ഷയില്ല. ഇഷ്ടം പോലെ ഫിഷിംഗ് ബോട്ടുകളാണ് ഇവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ ഓരോരോ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്തിങ്ങനെ പോവാണ്. അങ്ങനെ ഒരുവിധം നമ്മളിത് കടലിൻ്റെ അറ്റത്തായി എത്തിയിട്ടുണ്ട്. അറ്റത്തല്ല, നമ്മൾ നിൽക്കുന്ന ചൂണ്ടയിടുന്ന സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആശാന്തെ കണ്ടോ, ആശാനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ആശാന്തെ അവിടുത്തെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കൊയിലാണ്ടി ഹാർബറിലാണ് കേട്ടോ. സൂര്യനൊക്കെ ഇങ്ങനെ വെട്ടി തിളങ്ങുകയാണ് കടലിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ടീമിനിത് ഫസ്റ്റ് മീനടിച്ചിരിക്കുകയാണ്. ഏട്ടയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കൊയിലാണ്ടി ഹാർബറിൽ നിന്നുള്ള കാഴ്ച. അതേപോലെ നമ്മുടെ ആശാൻ അടുത്ത മീനിന് ഇര കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആശാനിത് മീനടിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി ഏട്ട. നല്ല പെടക്കണ ഏട്ട കേട്ടോ. അപ്പോൾ ആശാൻ ഒന്നുകൂടി ചാർജ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിരനിരയായിട്ട് പിടുത്തം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടുന്ന് കണ്ടുമുട്ടിയാണ് കേട്ടോ. കൊയിലാണ്ടി എത്തിയപ്പോൾ നമ്മൾ ആശാനെ കണ്ടുമുട്ടി. ആശാനാവും നല്ല നമ്മുടെ കാര്യമായിട്ട് പണ്ട് നമ്മളെ കൊമ്പനെ പിടിക്കാൻ പോയപ്പോഴുള്ളൊരു ഫിഷിംഗ് ആയിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഇവിടുന്നാണ് കണ്ടുമുട്ടിയത്. അപ്പോൾ നമ്മൾ കുറേ സമയം മീനൊക്കെ പിടിച്ചു. അത്യാവശ്യം കുറച്ച് മീനൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ആശാനോട് യാത്രയൊക്കെ പറഞ്ഞതേ വീട്ടിലേക്ക് പോവാണ്. നേരെ ഏതാണ്ട് ഇരുട്ടി തുടങ്ങിയതേ. ഹാർബറൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ടേ.